സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വി.എസ്. അച്യുതാനന്ദൻ മൂന്നാറിലെത്തി. തൊഴിലാളികളുടെ സമരം തീരുന്നതുവരെ താൻ തൊഴിലാളികൾക്കൊപ്പമുണ്ടെന്ന് വി.എസ്. അച്യുതാനന്ദൻ ഉറപ്പു നൽകി. സമരം തീർക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് വി.എസ്. അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. രാവിലെ 11:30യോടെയാണ് വി.എസ്. അച്യുതാനന്ദൻ സമരമുഖത്തെത്തിയത്. ആവേശോജ്വലമായ വരവേൽപ്പാണ് വി.എസിന് ലഭിച്ചത്. വാഹനത്തിൽ നിന്നിറങ്ങിയ വി.എസിനെ മുദ്രാവാക്യം വിളികളോടെ തൊഴിലാളികൾ സ്വീകരിച്ചു. വി.എസിനെ സമരസ്ഥലത്തേക്ക് എത്തിക്കാൻ പോലീസ് ഏറെ പണിപ്പെട്ടു. മൂന്നാറിൻ മക്കളെ വണക്കമെന്ന് തമിഴിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വി.എസ്. തൊഴിലാളികളോട് സംസാരിച്ചു തുടങ്ങിയത്. തൊഴിലാളികൾക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത വി.എസ്. ടാറ്റയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ടാറ്റയുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന തട്ടിപ്പ് കമ്പനിയാണ് കണ്ണൻ ദേവനെന്ന് വി.എസ്. പറഞ്ഞു. 5 കോടി മാത്രം ലാഭമുള്ള കമ്പനിക്ക് 20% ബോണസ് കൊടുക്കാൻ കഴിയില്ലെന്നാണ് സത്യം. ഇതിൽ നിന്ന് ഒരു കാതം ദൂരെയാണ്. തൊഴിലാളികളുടെ പേരെഴുതി വെച്ച് ടാറ്റയുടെ പിണിയാളികളായി നടത്തുന്ന ഒരു തട്ടിപ്പ് കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി. കമ്പനി നഷ്ടത്തിലാണെന്ന വാദം ശുദ്ധ തട്ടിപ്പാണ്. സമരം അവസാനിപ്പിക്കാൻ സർക്കാർ മുൻകൈയെടുത്ത് മൂന്നാറിനെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണം. മൂന്നാറിനെ സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും സർക്കാർ ഉടൻ നടപടിയെടുക്കണം. KDSP കമ്പനിയെ നിലക്ക് നിർത്താനുള്ള നടപടി സർക്കാർ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ടാറ്റയെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകണം. ടാറ്റ കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കാനും നടപടികൾ സ്വീകരിക്കണം. കമ്പനി മാനേജർമാർ ലക്ഷങ്ങൾ ഈ ഇനത്തിൽ വാങ്ങുമ്പോൾ പാവപ്പെട്ട തൊഴിലാളിക്ക് കിട്ടുന്നത് തുച്ഛമായ കാശാണ്. അവർ ആവശ്യപ്പെടുന്ന 10% വർധന എന്നത് 3000 രൂപയ്ക്ക് താഴെയാണ് എന്നതാണ് സത്യം. എന്നുമാത്രമല്ല, മാനേജർമാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും 10 ലക്ഷം രൂപ വരെ ഡിവിഡൻഡ് വാങ്ങിയപ്പോൾ തൊഴിലാളികൾക്ക് കമ്പനി നൽകിയത് വെറും ഒരു ചോറ്റുപാത്രമായിരുന്നു. ഇത് കാടത്തം നിറഞ്ഞ വേതനമാണ്. പറമ്പിൽ സാധാരണ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പോലും 700-800 രൂപ കൂലി വാങ്ങുമ്പോഴാണ് ഇവിടുത്തെ തൊഴിലാളികൾക്ക് 232 രൂപ ദിവസക്കൂലി നൽകുന്നത്. അതും സ്വന്തം ആരോഗ്യവും ജീവിതവും പണയപ്പെടുത്തി എടുക്കുന്ന ജോലിക്കാണ് ഇത്രയും തുച്ഛമായ കൂലി നൽകുന്നത്. സമരം അവസാനിക്കും വരെ തൊഴിലാളികൾക്കൊപ്പം ഉണ്ടാകുമെന്ന് വി.എസ്. വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് സർക്കാരും കമ്പനിയും തീരുമാനമെടുക്കുന്നിടം വരെ ഞാൻ ഈ സമരക്കാരുടെ കൂടെ തന്നെ ഇരിക്കുന്നതാണ് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. റിപ്പോർട്ടർ മൂന്നാർ.